ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒട്ടുമിക്ക ആളുകളും ഉണ്ടാക്കിയിട്ട് നന്നാവാറില്ല എന്ന് പറയുന്ന ഓട്ടടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയും കൂടിയാണ്. പല ആളുകളും ഓട്ടട സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മുട്ട ചേർക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ഓട്ടടയിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ റൈസ് പൗഡറും റൈസും കൊണ്ടുള്ള ഒരു ഓട്ടടയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. പിന്നെ നമ്മളിന്ന് ഓട്ടട സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സൂത്രം കൂടെ ചെയ്യുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓട്ടടയ്ക്ക് ആവശ്യമായിട്ടുള്ള അരി തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഞാനിവിടെ 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അരിയൊക്കെ നന്നായി പുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കഴുകിയിട്ട് ഊറ്റിയെടുക്കാം. ഇനി നമ്മൾ ഈ അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇന്നിവിടെ ഓട്ടട തയ്യാറാക്കുന്നത് എൻ്റെ ഉമ്മയാണ്. ഉമ്മ ചെയ്യുന്ന ഒരു സൂത്രമാണ് ഞാനിന്ന് പറയുന്നത്, എങ്ങനെ ഓട്ടട സോഫ്റ്റായി കിട്ടുന്നുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് 2 പിടിയോളം നമുക്ക് തലേ ദിവസം ബാക്കി വന്നിട്ടുള്ള ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മൾ ഓട്ടട സോഫ്റ്റായി കിട്ടാൻ ഉപയോഗിക്കുന്ന മെയിൻ സൂത്രം. ഇനി നമ്മൾ അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള 1 കപ്പ് വെള്ളവും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരിയും ചോറും കൂടെ ഒന്ന് അരച്ചെടുക്കുക. നമ്മൾ എടുത്തിട്ടുള്ള റൈസിന് അല്പം മുകളിലായിട്ട് വെള്ളം പൊന്തി നിൽക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്ത് വരാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ്. ഇത് പച്ചരി പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ്. ഞാനിത് 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അരിയും ചോറൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ അരിപ്പൊടിയിലേക്ക് 1/4 കപ്പോളം തേങ്ങയും ഇട്ട് കൊടുക്കുക. തേങ്ങ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരി കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും അരി ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഇതുപോലെ കുഴച്ചെടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മളിത് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഓട്ടട നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. ഇപ്പം നമ്മുടെ മാവ് കുഴച്ചെടുത്ത് ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടിയും അരി അരച്ചതും മാത്രമാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. അരിയിൽ മാത്രമേ നമ്മൾ വെള്ളം ചേർത്തിട്ടുള്ളൂ. ഇനി ബാക്കി വന്ന അരി അരച്ചതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഓട്ടടയ്ക്കുള്ള മാവ് നല്ല കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഓട്ടട ചുട്ടെടുക്കാനുള്ള പരുവത്തിലേക്ക് ആവുന്നത് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കുറവാണെങ്കിൽ നമുക്ക് വെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ 1 കപ്പ് വെള്ളം മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ. അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓട്ടടയൊക്കെ ചുട്ടെടുക്കാൻ ഉമ്മയും തയ്യാറായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ മാവ് നമ്മൾ തയ്യാറാക്കേണ്ടത്. വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു പരുവമായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചെടുക്കുക. ഇന്ന് നമ്മൾ അടുപ്പിലാണ് ഓട്ടട തയ്യാറാക്കിയെടുക്കുന്നത്. ചട്ടി ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓട്ടടയുടെ ഒരു വലിയൊരു പ്രത്യേകതയാണ് ഒട്ടും എണ്ണ വേണ്ട എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് വളരെ ഈസി ആയിട്ട് ഈ ഓട്ടട തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ചട്ടിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ആകുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഓട്ടടയൊക്കെ നന്നായിട്ട് പൊന്തിയിട്ട് നന്നായിട്ട് ആരെടുത്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഓട്ടട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി എല്ലാവരും ഓട്ടട തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഓട്ടടയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കണ്ടല്ലോ, നമ്മുടെ ഓട്ടടയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്.
ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ആദ്യം ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓട്ടോയുടെ സോഫ്റ്റ് ആവാത്തവർ പറയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരമായിരിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുക. ലൈക്ക് ചെയ്യുക. താങ്ക്